തിരുവനന്തപുരത്ത് തട്ടുകടക്കാരനെ ആക്രമിച്ചു മാല പൊട്ടിച്ച കേസിൽ പോലീസ് അസോസിയേഷൻ നേതാവിന് സസ്പെൻഷൻ. ജില്ലാ സെക്രട്ടറി CPO അപ്പുവിനെതിരെയാണ് നടപടി. ഗുരുതരമായ അച്ചടക്ക ലംഘനവും പെരുമാറ്റ ദൂഷ്യവുമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റൂറൽ SP നടപടി. ഹരിമോഹനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഹരി ഇടതനുകൂല നേതാവാണ്. ഇതിൽ 5 പേരാണ് ഇയാൾ ഉൾപ്പെടെ ഉള്ളവർ ഈ കേസിൽ. ഇതിൽ ഇപ്പോൾ സസ്പെൻഷൻ നടപടിയിലേക്ക് എത്തിയിരിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ശ്രുതി, 2 ആഴ്ച മുമ്പാണ് ഇതിനാസ്പദമായിട്ടുള്ള ഒരു സംഭവം നടക്കുന്നത്. തിരുവനന്തപുരം പള്ളിപ്പുറം CRPF ജംഗ്ഷനിൽ ഈ തട്ടുകട നടത്തുകയായിരുന്നു പരാതിക്കാരനായിട്ടുള്ള വ്യക്തി. അതായത് പള്ളിപ്പുറം സ്വദേശിയായിട്ടുള്ള ഷിബു ആണ് പരാതിക്കാരൻ. അതായത് ഷിബുവിന്റെ തട്ടുകടയിലേക്ക് ഒരു 5-അംഗ സംഘം അപ്പുവിന്റെ നേതൃത്വത്തിൽ എത്തി അവിടെ വെച്ച് ഷിബുവിനെ ആക്രമിച്ചു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. ഷിബുവിനെ ആക്രമിക്കുകയും തുടർന്ന് ഷിബുവിന്റെ കഴുത്തിൽ കിടന്ന പ്ലാറ്റിനം മാല, അതിന് 40,000 രൂപ വിലമതിക്കും എന്നുള്ളതാണ് FIR-ൽ പറയുന്നത്. ആ 40,000 രൂപയുടെ മാല കവർന്നുകൊണ്ട് പോവുകയായിരുന്നു, അതായത് മർദ്ദിച്ച ശേഷം കവർന്നുകൊണ്ട് പോവുകയായിരുന്നു എന്നുള്ളതാണ് പരാതി. പിന്നീട് തുടർന്ന് മംഗലപുരം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തു. 5 പേർക്കെതിരെ, അപ്പു അടക്കം 5 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കോളേജ് പഠനകാലത്തെ മുൻകാല വൈരാഗ്യം, അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ആക്രമണമാണ് ഇതെന്നുള്ള ഒരു വിവരം, അതൊരു കണ്ടെത്തലായി വരികയും പിന്നീട് തുടർന്നാണ് അപ്പുവിനെ സർവീസിൽ നിന്ന് താൽക്കാലികമായി, അതായത് അവധിയെടുത്ത് മാറി നിൽക്കാൻ വേണ്ടി ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശിക്കുകയും ചെയ്തത്. ഇപ്പോൾ ആ നടപടി വന്നിരിക്കുന്നു. അതായത് തിരുവനന്തപുരം റൂറൽ SP ആണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്. അപ്പുവിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതായത് ഗുരുതരമായിട്ടുള്ള അച്ചടക്ക ലംഘനം, ഒപ്പം തന്നെ പെരുമാറ്റ ദൂഷ്യം, അതുകൂടാതെ അപ്പുവിന്റെ പ്രവൃത്തി അത് പോലീസ് സേനയ്ക്ക് ആകെ അവമതിപ്പുണ്ടാക്കി എന്നുള്ള ഒരു കണ്ടെത്തലും കൂടി ഇപ്പോൾ റൂറൽ പോലീസ് മേധാവി പുറത്തിറക്കിയിരിക്കുന്ന സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ജില്ലാ സെക്രട്ടറിയാണ്, പോലീസ് അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറിയാണ്, ഇടത് നേതാവാണ് എന്നുള്ളത് കൂടിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അപ്പുവിന്റെ സസ്പെൻഷൻ ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അന്ന് അപ്പുവിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 4 പേർക്കെതിരെ കൂടി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് ആക്രമിക്കുക, ഒപ്പം തന്നെ അസഭ്യം പറയുക തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് അന്ന് മംഗലപുരം പോലീസ് 18-ാം തീയതി, കഴിഞ്ഞ മാസം 18-ാം തീയതിയാണ് ഇത് സംബന്ധിച്ചുള്ള കേസ് രജിസ്റ്റർ ചെയ്തത്. അതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മംഗലപുരം പോലീസ് അതിന്റെ തുടർ നടപടികൾ, മൊഴിയെടുപ്പ് അടക്കമുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇപ്പോൾ റൂറൽ പോലീസ് മേധാവിയുടെ നടപടി വന്നിരിക്കുന്നത്. എന്തായാലും പോലീസ് സേനയ്ക്കുള്ളിൽ വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയം കൂടിയാണ്. കാരണം അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ആണ് എന്നുള്ളത് കൊണ്ടും ഇടത് നേതാവാണ് എന്നുള്ളത് കൊണ്ടും വലിയ രീതിയിൽ ചർച്ചയാവുകയും നടപടി വൈകുന്നതിൽ വലിയ രീതിയിലുള്ള അമർഷം സേനയ്ക്കുള്ളിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ റൂറൽ പോലീസ് മേധാവി ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ അന്വേഷണം തീരുന്ന കാലയളവ് വരെ സസ്പെൻഷൻ എന്നുള്ളത് ഉറപ്പാണ്. അതിനപ്പുറത്തേക്ക് ഈ അപ്പുവിനെതിരായിട്ടുള്ള കണ്ടെത്തലുകൾ, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിൽ കൂടുതലായിട്ട് എന്തെങ്കിലും തീരുമാനമെടുക്കണോ എന്നുള്ളതിൽ ബാക്കി നടപടികൾ ഉണ്ടാവുക. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള വകുപ്പ് തല അന്വേഷണവും സമാന്തരമായി നടക്കും. ശ്രുതി, തീർച്ചയായിട്ടും എന്തായാലും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് CPO അപ്പുവിനെ. ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.